നമുക്ക് മുകേഷ് ഓക്കെ, ജയറാമിൻ്റെ കാര്യം നടക്കില്ല. ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല, ജയറാമിന് താല്പര്യമില്ല, തുളസിക്ക് പടം ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ പ്രൊഡ്യൂസറോട് ഞാൻ ചോദിച്ചാൽ അത് നേരത്തെ നിങ്ങളോട് പറയാമായിരുന്നില്ലേ? അല്ല, അത് സുരേഷ് ഗോപി ഞങ്ങളോട് പറഞ്ഞ് രഞ്ജിയൊന്നും അത് എഴുതിയാൽ ശരിയാവുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു. തുളസിദാസിനെ വെച്ച് സിനിമ ചെയ്യേണ്ടെന്നൊരു പ്രൊഡ്യൂസറോട് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളിന് വേണ്ടി ഞാൻ സിനിമ ചെയ്തു. സൂപ്പർ ഹിറ്റായി. വരുമ്പോഴേ ഇവൻ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനൊരു ദിവസം സെറ്റിൽ വെച്ച് പിടിച്ചവനാണ്. അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അവർ അങ്ങനെയാണ്. അത് വീട്ടിൽ പ്രശ്നം ശരിയാവില്ല എന്ന് കരുതിയിട്ടാണ് അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തത്. അവിടെ ചെന്ന് താമസിച്ചു. അന്ന് അവിടെ കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹത്തിനെ കണ്ടില്ല. പിറ്റേ ദിവസവും കാണുന്നില്ല, വരുന്നില്ല. അദ്ദേഹം ഒരു കോൺടാക്ട് നമ്പർ തന്നിരുന്നു. അതിൽ വിളിച്ചു നോക്കി പറഞ്ഞ് ഇവിടെ ചിലപ്പോൾ വരാറുണ്ട് എന്ന് പറഞ്ഞു. ലോഡ്ജുകാരൻ രണ്ടാമത്തെ ദിവസമായപ്പോൾ ലോഡ്ജുകാരൻ പറഞ്ഞല്ല, പൈസ തന്നില്ല എന്ന് പറഞ്ഞ് എന്നെ പുറത്ത് പ്രശ്നമുണ്ടാക്കി. എന്തിലാണെങ്കിൽ ഒരു പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. അപ്പോൾ ഒരാൾ അവിടെ നോട്ടിച്ചു, എന്നപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഒരാൾ. അപ്പോൾ ഈ വിവരം പറഞ്ഞ് ശരി, എന്നാ പ്രോബ്ലം എന്ന് ഞാൻ എൻ്റെ മാറ്റർ പറഞ്ഞു. ശരി, അവന് പറഞ്ഞു എത്ര ബാലൻസ് ഇവിടെ തരാനുള്ളതെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു അത് ഞാൻ തരാം. ശരി, അയാൾക്ക് അവിടെ ബാക്കി കൊടുക്കാനുള്ള ആ ഹോട്ടലിൽ സെറ്റ് ചെയ്തു. അയാൾ എന്നെയും വിളിച്ച് എൻ്റെ ഒരു ബാഗ്, ചെറിയൊരു ബാഗുണ്ടായിരുന്നു, അതും എടുത്ത് ഇയാളെ ഒരു ബൈക്കിൽ കയറ്റി പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ ഇറക്കി ടിഫനൊക്കെ വാങ്ങിച്ചു തന്നു. പാലക്കാട് സ്റ്റേഷനിൽ ചെന്നൊരു ടിക്കറ്റ് എടുത്ത് തന്നു. ഭയങ്കര സന്തോഷമുണ്ട്. അയാളുടെ പേര് സുന്ദരമൂർത്തി എന്നാണ്. അപ്പോൾ അയാൾ തമിഴ് സിനിമകൾ, ഈ ഗ്യാപ്പ് കഴിക്കുന്ന സിനിമകൾ എടുത്തിട്ട് പല തിയേറ്ററിലും റിലീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പാലക്കാട് ഒരു തിയേറ്ററിൽ ഡേറ്റ് ചോദിക്കാൻ വന്ന ആളാണ്. അപ്പോൾ സിനിമാക്കാരനാണ്. അതുകൊണ്ടാണ് നമ്മൾ സഹായിക്കാൻ ചെയ്തത്. അദ്ദേഹം പോയി, അദ്ദേഹം ഒരു നമ്പറൊക്കെ തന്നിരുന്നു. അദ്ദേഹം കഴിഞ്ഞ് പോയി. അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തെ 2-3 പ്രാവശ്യം വിളിച്ചു. കോൺടാക്ട് നമ്പറാണല്ലോ, പലപ്പോഴും നമുക്ക് വിളിക്കാൻ പറ്റില്ല അന്ന്. അങ്ങനെ ഉള്ള ഒരു സാധനം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു, ഒന്നും നടന്നിട്ടില്ല. ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളിനെ പിന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞു, എവിടെയെങ്കിലും ഈ ഗോപാലകൃഷ്ണൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ സാമീസ് ലോഡ്ജിൽ, മദ്രാസിൽ സിനിമാക്കാരുടെ സങ്കേതം, അതെ എഗ്മോറിലാണല്ലോ സാമീസ്. അവിടെ നല്ല ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് സ്ഥിരം താമസിക്കുന്നത്. അവിടെ നസീർ സാർ മുതൽ പലരും താമസിക്കുന്ന അവിടെയായിരുന്നു. എല്ലാവരും, മോഹൻലാൽ, എല്ലാവരും വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ബാലേട്ടൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി. അപ്പോൾ ബാലേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, പുള്ളിയുടെ ഒരു സുഹൃത്തൊരു സിനിമ എടുക്കുന്നുണ്ട്, ആ സിനിമയിൽ നിനക്ക് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ അവസരം വാങ്ങിച്ചു തരാമെന്ന്. ഇനി അടുത്ത് ഞാൻ വരുമ്പോൾ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വന്നെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ കാണാൻ ചെന്നത്. അവിടെ ചെന്നത് ബാലേട്ടൻ അവിടെ ഇല്ല, ബാലേട്ടൻ പുറത്തങ്ങോട്ട് പോയിരിക്കുന്നു. അങ്ങനെ ഞാൻ ആ റിസപ്ഷൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ ഇറങ്ങി വരുന്നു, സാക്ഷാൽ സുന്ദരമൂർത്തി. നേരത്തെ പാലക്കാട് വെച്ച് കണ്ട് എന്നെ രക്ഷപ്പെടുത്തി മദ്രാസിലേക്ക് അയച്ച ആൾ. ആ പൈസ പോലും തിരിച്ച് തരണ്ടെന്ന് അദ്ദേഹം പറഞ്ഞാണ് അയച്ച. വന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എന്നോട് അവർ, അപ്പോൾ നീ ഇന്നാരല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ സാർ, വേറെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞാൽ അത് പുള്ളി റൂമിലേക്ക് വിളിച്ചോണ്ട് പോയി. സാപ്പിട്ടിയാന്നൊക്കെ ചോദിച്ചു. ഇല്ല കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അയാൾ എന്നെ താഴെ വിളിച്ചുകൊണ്ട് വന്ന് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കോപ്പി കുടിച്ചു. ഇതിപ്പോൾ പുള്ളി വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ സാലിഗ്രാമത്ത് ഒരു പുതിയ സംവിധായകനെ കാണാൻ വേണ്ടി പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ കൂടെ വന്നേക്കുന്ന ഒരു ഏജൻറ്റാണ്, മദ്രാസിലുള്ള ആൾ. അയാൾ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ ഡയറക്ടറെ അടുത്ത് കൊണ്ടുപോകാനായിട്ടാണ്, സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നീയും വാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ വിളിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറ്റി അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ പുള്ളിയില്ല. അപ്പോൾ അവിടെ വെച്ച് അടുത്ത വീട്ടുകാരെ ചോദിച്ചു, ഇപ്പോൾ ഇന്നാർ എവിടെയെന്ന് ചോദിച്ചു. സെൽവരാജൻ എന്നാണ് പുള്ളിയുടെ പേര്. ചോദിച്ചു. അതുപോലെ ആ വീട്ടുകാർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. എന്തായാലും ഞാൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
വാടക തന്നിട്ടില്ല, അയാൾ എപ്പോഴും തണ്ണി സാപ്പിട്ടിട്ട് ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാകുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞ്. ഒരു ഡയറക്ടറെ ഫിക്സ് ചെയ്യാൻ ചെന്ന പ്രൊഡ്യൂസറുടെ മുമ്പിലാണ് ഇത് കേൾക്കുന്നത്. പുള്ളി പറഞ്ഞു വാപ്പാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഈ ഏജൻറ്റിനെ പുള്ളി വഴക്ക് പറയുന്നു. ഇങ്ങനെ ഒരാളിലാണ് നിങ്ങൾ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി. പുള്ളി പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, അപ്പോൾ നീ ഒരു പടം ഡയറക്റ്റ് പണ്ണതുക്ക് തന്നെ അവിടെ വന്നത്, ശരി இந்த പടം നീ പണ്ണ്. അങ്ങനെ ദൈവം രൂപത്തിൽ വന്നു. അങ്ങനെ സിനിമ ചെയ്യാൻ പ്ലാൻ, തമിഴ് സിനിമയാണ് ചെയ്യാൻ പറയും. സന്തോഷമായിട്ട് ഞാൻ അന്ന് വീട്ടിൽ എൻ്റെ റൂമിൽ പോകുന്നു. ഞാൻ ആലോചിച്ചു, അപ്പം ഞാനൊരു തമിഴ് പടം ചെയ്യുമ്പോൾ അത് എൻ്റെ അമ്മ കാണുമ്പോൾ ഒരു പക്ഷെ അമ്മയ്ക്ക് അത് മനസ്സിലാവില്ല, തമിഴല്ലേ. എനിക്കൊരു മലയാള സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാൻ പിറ്റേ ദിവസം പുള്ളിയോടൊന്ന് പറഞ്ഞു, അപ്പോൾ അത് മലയാള സിനിമ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു കഥ പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ടാൽ ചെയ്യാനാണ് പറഞ്ഞത്, തമിഴ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ശരി, ഓക്കെ, മലയാളമായി പാടണമെന്ന് പറഞ്ഞു. അതാണ് ഒന്നിന് പിറകെ മറ്റൊന്ന് എന്ന സിനിമ. അത് ഞാൻ ആദ്യം ലാലേട്ടൻ്റെ അടുത്താണ് ഡേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ ഭയങ്കര തിരക്കിലിരിക്കുന്ന സമയത്ത് അത് നടന്നില്ല. കഥയൊന്നും പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഇവൻ ഇങ്ങനെ ആയിരിക്കും ഇവിടെ സിനിമ എന്നൊക്കെ തോന്നിക്കാറുണ്ടാവും. അതേ ഇത് കാര്യങ്ങൾ ഞാൻ എൻ്റെ പടം ചെയ്യുമ്പോൾ ലാലേട്ടനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ രതീഷ് ഏട്ടനുമായിട്ട് ഞാൻ വലിയ ബന്ധം, കാരണം ഞങ്ങൾ വർപ്പന്തോല് വർക്ക് ചെയ്തു, അങ്ങനെ പിന്നെ ബേവ്സാറിൻ്റെ പടം വർക്ക് ചെയ്തു, വലിയ കാര്യമാണ്. അപ്പോൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ വില്യം സാറിൻ്റെ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിയതൊക്കെ അറിഞ്ഞ് ഒരു തന്നെ വിഷമത്തോട് എന്നോട് പറഞ്ഞു, നീ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഡേറ്റ് ചെയ്താന്നൊക്കെ ചെയ്യുമ്പോൾ തമാശയ്ക്ക് പറയുമായിരുന്നു. അങ്ങനെ രതീഷേട്ടൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞ് പഠിച്ചു. അതാണ് ഒന്നിനു പുറകെ മറ്റൊന്ന്. ഈ ദേവൻ ഒരു ഗസ്റ്റ് റോള് ദേവനും ചെയ്തു, ഷാരി, രോഹിണി, അങ്ങനെ ഒരു ടീം വെച്ചിട്ടാണ് പടം ചെയ്തത്. സസ്പെൻസ് വേണിച്ചേട്ടൻ നടുവൻ വേണു ഒരു ഗസ്റ്റ് റോളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ്റെ രൂപത്തിൽ വന്നായിരിക്കും എന്നെ പാലക്കാട്ടത്തേക്ക് വിളിച്ചതോ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും, കാരണം ആ ഒരു നിമിത്തങ്ങളാണല്ലോ ഇതിനെ. അതെ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഒരുപാട് അനുഭവങ്ങൾ ഈ സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, ആ പടം ചെയ്തു. ആ പടം വിചാരിച്ച പോലെ പടം ഓടിയില്ല. അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ശേഷം റിലീസ് പോലും 1 വർഷം കഴിഞ്ഞിട്ടാണ് നടന്നത്. കാരണം അത്ര സാമ്പത്തികം കുറഞ്ഞ ഒരു പ്രൊഡ്യൂസറായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ലയനം എന്ന സിനിമ. അതാണ് എനിക്ക് തോന്നുന്നത് താങ്കളുടെ ഒരു കരിയറിൽ എനിക്കൊന്ന് ഒരു വല്ലാത്തൊരു ക്രൂഷ്യൽ ടൈം ആയിരിക്കണം അല്ലേ. അപ്പോൾ ആ സമയത്ത് ഒരു ലേനം അന്നൊരു വിവാദങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിനകത്ത് സിൽക്ക് സൗദയാണ്, ഉർവശിയുടെ സഹോദരൻ നന്ദു എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്നു. അതെ, നന്ദു ഞാൻ പേരിട്ടതാണ്. അയാളെ ഒറിജിനൽ പേര് പ്രിൻസ് ഉണ്ടായിരുന്നു. അല്ല, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ചോദ്യം അവിടെയാണ്. ഇങ്ങനെ ഒരു അന്നൊരു സിനിമ എന്നുള്ള ഒരു ലേബൽ അന്ന് സർട്ടിഫിക്കറ്റ് വന്നുകയും ചെയ്തു. അല്ല, അന്ന് ആ ഒരു ധൈര്യം അങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്നൊക്കെ ഒരു തോന്നലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെയ്യാൻ വേണോ വേണ്ടോ എന്നൊക്കെ എന്തെങ്കിലും ഒരു കുറ്റബോധം അങ്ങനെ ഒന്നും ഉണ്ടായില്ല? ഞാൻ ആക്ച്വലി ഒരു ഇംഗ്ലീഷ് പടം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇംഗ്ലീഷ് പടം കണ്ടതിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് എൻ്റെ മനസ്സിൽ കിടന്ന കഥ. അതിൻ്റെ ഒരു സംഭവമാണ്. അത് വെച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഞാൻ ആ കഥ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ജയഭാരതി ചേച്ചിയെ അഭിനയിപ്പിക്കാതെ വെച്ചാൽ അത് രതിനിർവേദം വന്ന ഏകദേശം സാമ്യമുള്ള കഥയാണ്. പിന്നെ ഞാൻ ലക്ഷ്മി ചേച്ചിയോട് സംസാരിച്ചു, സുമലതയോട് സംസാരിച്ചു. അവർക്കൊന്നും ആ സമയത്ത് ഡേറ്റും ഇല്ല, പെട്ടെന്ന് നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചൗധരി സാറാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യാൻ. അതെ, ചൗധരി സാറ് പറഞ്ഞത് നമുക്ക് സ്മിത ഇടാമെന്ന് പറഞ്ഞത്. ഈ സിനിമ ആക്ച്വലി ഞാൻ ഈ കഥ പറയുന്നത് അപ്പോൾ ഒന്നിന് പുറകെ മറ്റൊന്ന് കഴിഞ്ഞ ശേഷം വീണ്ടും കുറേ ഗ്യാപ്പ്. പിന്നെ എനിക്ക് ആകെ ടെൻഷനായി. കാരണം പിന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുക, അതിനും ആരും വിളിക്കുന്നില്ല. ഒരു ടെൻഷനായ സമയത്ത് എഴുതി വെച്ച സ്ക്രിപ്റ്റാണ് ഞാൻ. അപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു ദിവസം ഹസൻ റഷീദ് എന്ന് പറഞ്ഞിട്ട് ഹസനൊക്കെയും റഷീദൊക്കെയും കൂടെ ചേർന്നാണല്ലോ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത്.
ഈ റഷീദ് ഖാൻ എന്ന് പറയുന്നത് നമ്മുടെ റിയാസ് ഖാൻ്റെ അച്ഛനാണ്. അപ്പോൾ റഷീദ് ഖാനോട് ചോദിച്ചു പുതിയ വേറെ പടമൊന്നും പ്ലാൻ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ലൊരു കഥ എൻ്റെ ഇരിപ്പുണ്ട്, സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്, കേൾക്കുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ കഥ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പറഞ്ഞ് ഇത് ഞാൻ ചെയ്യാം, കുറച്ചൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കും, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ, നമുക്കൊരാളുടെ സ്ഥലം വരെ പോകണം എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പോയി കുളിച്ചിട്ടൊക്കെ വന്ന് എന്നെയും കൊണ്ട് കാറിൽ ചൗധരി സാറിൻ്റെ അടുത്ത് പോകും. അത് ചൗധരി സൂപ്പർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഇന്ന് ഇത് ഫിനാൻസ് നടത്തുന്ന സിനിമയ്ക്കൊക്കെ വേണ്ടി ഫൈനാൻസ് കൊടുക്കുന്ന ഒരു ചെറിയ റൂമും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത് ടി നഗറിലുള്ളത്. അവിടെ വിളിച്ചോണ്ട് പോയിട്ട് എന്നെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്, അപ്പോൾ അത് അപ്പോൾ സുലഭ എന്നോട് കഥ പറയാൻ പറയുന്നു. ഞാൻ അദ്ദേഹത്തിനോടും ഈ കഥ പറഞ്ഞു. തമിഴൊക്കെ നന്നായിട്ട് അറിയാമെന്നു അന്ന് നല്ല തമിഴൊക്കെ. ഞാൻ തമിഴ് പഠിച്ചു ആഴ്ചയിൽ തമിഴ് എഴുതാനും വായിക്കാനും വരെ പഠിച്ചു. കാരണം ഇത്രയും കാര്യത്തിൽ നമുക്ക് അതൊക്കെ പഠിച്ചു പാടാം. അപ്പോൾ ഞാൻ കഥ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ ബൈ ഷോട്ട് പോലെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയും ഞാൻ എഴുതി വച്ചിരിക്കുന്ന സ്ക്രിപ്റ്റാണല്ലോ. കഥ പറഞ്ഞപ്പോൾ ശരി കേട്ട ശേഷം എന്നോട് പറഞ്ഞ് കൊഞ്ചം വെളിയിൽ ഉட்காரപ്പാ എന്ന് പറഞ്ഞു. ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്തു. ഞാൻ വെച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കും പറഞ്ഞു വിടാൻ വേണ്ടിയായിരിക്കും പുറത്ത് വിടാമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റഷീദ് ഖാൻ എന്നോട് പറഞ്ഞു റോസി കോൾ അടിച്ചു കേട്ടോ. ഞാൻ എന്താണെന്ന് ചോദിച്ചു. ഈ പടം പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റഷീദ് ഖാൻ അല്ലാതെ സാരമില്ല, ഞാൻ കൂടെ ഉണ്ടാവും ചെയ്യാമെന്ന്. എന്നെ തിരിച്ചകത്തേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ പണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം എനിക്കൊരു 10,000 രൂപ അഡ്വാൻസ്. 10, 100 അല്ലേ? 100 വീണ്ടും 10. അതെ. അപ്പോൾ അത് ആയിരങ്ങളായി. അപ്പോൾ അത് തരുന്നു. അത് ശേഷം ശരി പോയി സ്ക്രിപ്റ്റ് എല്ലാം ശരിയാക്കാൻ പറയുന്നു. ഇയാൾ എന്നെ വിളിച്ചോണ്ട് പോകുന്നു. അപ്പോൾ ഈ റഷീദ് ഖയ്ക്ക് ഒരു എമൗണ്ട് കൊടുത്ത് പുള്ളിയെ സെറ്റിൽ ചെയ്യാമെന്നുള്ളതാണ് അവരുടെ ധാരണ. അങ്ങനെ പുള്ളിയുടെ വണ്ടിയിൽ എന്നെ കൊണ്ടാക്കുന്നു. ഞാൻ നേരെ ഫസ്റ്റ് പോകുന്നത് അവിടെ അടുത്തൊരു മുരുകക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് എന്നും പ്രാർത്ഥിച്ച വൈകുന്നേരം അവിടെ പോയി ഇരിക്കാറുണ്ട്. അവിടെയൊക്കെ പൂജ ചെയ്തു. ആദ്യത്തെ പൈസ എൻ്റെ അമ്മയ്ക്ക് മണി ഓർഡർ ചെയ്തു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിനു മുമ്പ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് പൈസ അയച്ചതെന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിന് എനിക്ക് 1000 രൂപ 1001 രൂപ കഥയ്ക്ക് കിട്ടി പ്രതിഫലം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എന്നെ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ചൗസാറിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഒരാളിരിക്കുന്നു. അപ്പോൾ എനിക്ക് പരിചയമില്ല. അപ്പോൾ പറഞ്ഞ് ഇത് മോഹൻ എന്ന് പറഞ്ഞു, ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറഞ്ഞു. അവർക്കൊട്ട് കൂടെ കഥ പറയാൻ പറയും. അങ്ങനെ ഞാൻ പുള്ളിക്കും കഥ പറഞ്ഞു. അപ്പോൾ പിന്നെ ഉള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു ബാനറിലാണ് ഈ പടം ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ചേർന്നിട്ടൊരു ബാനർ ഉണ്ടാക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിരുന്ന് സംസാരിച്ചാണ് സൂപ്പർ ഗുഡ് ഫിലിംസ്. അവിടെ വെച്ചാണ് തീരുമാനിക്കുക. സൂപ്പർ ഗുഡ് ഫിലിംസ് തീരുമാനിക്കുന്നു. ഉടനെ തന്നെ ഞാൻ പോയിട്ട് അത് അത്ര പേർക്ക് അറിയുന്നല്ലേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കമ്പനിയുടെ പേരാണ് ശരിക്കും സൂപ്പർ. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോൾ തങ്കമണി എന്ന് പറയുന്ന പടം അതൊക്കെ സൂപ്പർ ഗുഡ് അന്നേ ഉണ്ടാകും. അതിനുശേഷം ഉടനെ തന്നെ ഞാൻ പോയിട്ട് RK ഡിസൈനർ രാധാകൃഷ്ണൻ RK രാധാകൃഷ്ണൻ്റെ അടുത്ത് പോകുന്നു. അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ ബാനർ ഇത് ഒരു ടൈപ്പ് എഴുതുന്നു. സൂപ്പർ ഗുഡ് ഫിലിംസ് 2 ബേഡ് ഇങ്ങനെ പറന്ന് നിൽക്കുന്നത്. ഇന്നും അദ്ദേഹം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൊണ്ടുവന്ന് കാണിക്കുന്നു. അങ്ങനെയാണ് സൂപ്പർ ഗുഡ് ഫിലിംസ് ഉണ്ടാകുന്നത്. ലേനം തുടങ്ങി അത് അദ്ദേഹത്തിൻ്റെ കോടികളാണ് സംഭവിച്ചത്. സൂപ്പർ ഹിറ്റ് ഫിലിമായിരുന്നു. പക്ഷേ അങ്ങനെയാണ് സ്മിതയുടെ അന്ന് അവരുടെ സജഷനായിരുന്നു. സ്മിത കേട്ടു. അപ്പോൾ ഒരു വേറെ പുതിയ പയ്യനെയാണ് എതിർപ്പൊന്നുമില്ല ആർക്കാണ് സ്മിത കൊണ്ടുവരുന്നതിനും. അങ്ങനെ അല്ല, എനിക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം ആലോചിച്ചപ്പോൾ ഈ സിനിമ നടക്കണം, അതൊന്ന്. അപ്പോൾ അവർ ഇത് വലിയൊരു ബാനർ കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൂട്ടിൽ എതിർത്തിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ സജഷൻ പറഞ്ഞിട്ട് ഇല്ല വേണ്ട സ്മിത ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സ്മിത എടുത്തു. ഞാൻ പറഞ്ഞത് ഫുൾ സാരിയൊക്കെ കൊടുത്ത കറക്റ്റായിരിക്കും. അത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ മോഹൻ സാറും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഷൂട്ടിംഗ് അവിടെ മദ്രാസ് ചെയ്യുന്നു. കാര്യങ്ങൾ ഇതൊക്കെ നടക്കുന്നു. വളരെ സന്തോഷമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ സിനിമ സൂപ്പർ അല്ല. ഈ ഉർവശിയുടെ സഹോദരനൊക്കെ ഉണ്ടാകുന്നത് ഞാൻ ആക്ച്വലി തെലുങ്കിലൊരു പയ്യനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്.
അത് പിന്നെ അത് വേണ്ടാന്ന് ചൗരി സാർ പറഞ്ഞു. അവർ നിറയെ പടം ഇതേമാതിരി ഉള്ള മോശமான പടങ്ങളെല്ലാം ചെയ്തിട്ടിരിക്കുന്നു, അതുകൊണ്ട് വേറെ പയ്യനെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഉർവശിയുടെ വീട്ടിലേക്ക് പോകും. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോകാൻ അടുത്ത് താമസിക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ ഉർവശിയുടെ അമ്മയായിട്ടൊക്കെ നല്ല പരിചയമാണ്. അച്ഛനുണ്ടായിരുന്നപ്പോൾ അച്ഛൻ, പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ, പുള്ളിയുടെ ഒക്കെ വലിയ പരിചയമുണ്ട്. അതൊരു ദിവസം ഞാനവിടെ ഈവനിങ് ചെന്നപ്പോൾ ഈ പ്രിൻസ് എന്ന് പറഞ്ഞ പയ്യൻ ഒരു ഹാഫ് നിക്കറൊക്കെ ഇട്ടിട്ട് ഒരു ബോളൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ തട്ടി അകത്തോട്ട് കയറി വന്നു. വേർത്ത മുഖമായിട്ടൊക്കെ കയറി വന്നു. നമുക്ക് കയറി സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകണം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് കൊള്ളാമല്ലോ പയ്യൻ, നമ്മുടെ ക്യാരക്ടറിന് കറക്റ്റാണല്ലോ എന്ന്. അങ്ങനെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, അവൻ്റെ മോനെ അഭിനയിപ്പിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അവന് താല്പര്യമുണ്ടെന്ന് അറിയില്ല, അവന് ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു, അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പിറ്റേ ദിവസം അവിടെ പോയി അവനടുത്ത് വിളിച്ച് സംസാരിച്ച് അമ്മ പറയണേ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഉണ്ണി അവരുടെ മുമ്പിൽ വെച്ച് കഥ പറയുന്നു, അവർ സമ്മതിക്കുന്നു. ഉർവശിയൊക്കെ ഉണ്ടായിരുന്നു, കൽപ്പന ഒക്കെ ഉണ്ടായിരുന്നു. കഥ പറയുന്നു. ഞാൻ ചൗരി സാറിൻ്റെ അടുത്ത് പോയി പറയുന്നു, അവൻ്റെ ഒരു പ്രിൻസ്. അങ്ങനെ അവനെ വിളിച്ച് ചൗരി സാറിൻ്റെ ഓഫീസിൽ കൊണ്ട് ഞാൻ കാണിക്കുന്നു. അവനെ ശരി. അങ്ങനെ നന്ദു എന്ന കഥാപാത്രം അതേ പേര് തന്നെയാണ് ഉപയോഗിച്ച് നന്ദു എന്ന് ഉപയോഗിച്ചത്. സത്യത്തിൽ ഇപ്പോഴും ഒരു പ്രയാസം മനസ്സിൽ കിടക്കുന്നതൊന്നുമല്ല. എൻ്റെ ഒരു കൊച്ചനുജനെ പോലെ ഞങ്ങൾ അവിടെ ഒരു അന്നത്തെ കാലത്ത് നടന്നൊരു അലിഗേഷനാണ്, ശരിയാണെന്നല്ല. ഈ സിനിമയുടെ ഒരു ഡിപ്രഷനാണ് പുള്ളിയെ പിന്നെ ഡ്രങ്കണാക്കി എന്നൊക്കെ പറഞ്ഞൊരു തെറ്റാണ്. ഇല്ല, തെറ്റാ. ഇവൻ ആക്ച്വലി വരുമ്പോഴേ ഇവൻ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം സെറ്റിൽ വെച്ച് പിടിച്ചവനാണ്. അതായത് ഇവൻ ടെറസിൻ്റെ അവിടെ പോയിട്ട് ഇവൻ്റെ കൂടെ ഒരു പയ്യനും വന്നിട്ട് ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കഴിച്ച് ഞാൻ പിടിച്ച് ഇത്. അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രേമം തുടങ്ങിയത് അവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ളൊരു പെണ്ണുമായിട്ടുള്ള പ്രേമമാണ്, ഒരു ക്യാപ്റ്റൻ്റെ മകളാണ്. അവർ അങ്ങനെയാണ്. അത് വീട്ടിൽ പ്രശ്നം ശരിയാവില്ല എന്ന് കരുതിയിട്ടാണ് അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തത്. രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ആത്മഹത്യ ചെയ്തത്. ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയാൻ പറ്റുമെന്നല്ല, അതെന്തൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്. കാരണം ഇതിലും അങ്ങനെ ഒരു പ്രേമം ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് പറഞ്ഞുണ്ടാക്കുന്നതാണ് സംഭവം. അതിനുവേണ്ടി ഉർവശിയോട് ആരൊക്കെ ചോദിച്ചപ്പോൾ ഉർവശി എന്നെ വെടിവെക്കുന്ന അതൊക്കെ ഒരു പരീക്ഷയൊക്കെ വന്ന് അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് ആ പടം സൂപ്പർ ഹിറ്റ് ആയ ശേഷം എനിക്ക് അത്തരം സിനിമകൾ ചെയ്യാൻ ഇഷ്ടം പോലെ ഓഫർ. അല്ല, അവിടെ ഒരു വേദന ഉണ്ടായെന്ന് പറഞ്ഞ പ്രിൻസിന്റെ മരണം തന്നെ മരണം എനിക്ക് വല്ലാത്ത വേദനയുണ്ട് ഇപ്പോഴും ആലോചിക്കും. കാരണം എന്താ, ഞാൻ അത്ര അവനെ കൊണ്ടു നടന്ന ഒരു പയ്യൻ, സ്നേഹിച്ചു കൊണ്ട് നടന്നൊരു പയ്യനാണ്. ആ മരണം അവന് വല്ലാത്ത ഒരു ഫീലായിരുന്നു എനിക്ക്. എവിടെ വെച്ചാൽ അറിയുന്നത് ഇങ്ങനെ മരിച്ചു? ഞാൻ ഇവിടെ ഒരു ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെ അറിയുന്നത്. അത് ഇങ്ങനത്തെ ദാരുണമായ അന്ത്യം വല്ലാത്തൊരു ഇതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ ഞാൻ പിന്നെ അവരെ വിളിച്ച് സംസാരിക്കുകയാണ്. എനിക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അതിനുശേഷവും ഇങ്ങനെയുള്ള സിനിമകളാണ് വന്നത്. അത് ഇഷ്ടം പോലെ പല ലാംഗ്വേജിൽ നിന്ന് വന്നു. അപ്പോൾ ഞാൻ ചൗരി സാർ ഓരോ ദിവസം വിളിക്കും. അപ്പോൾ ഒരു പോലീസ് വന്നിട്ട് അഡ്വാൻസ് കൊണ്ടുവരുന്നത് നീ വാങ്ങിയേ ഇല്ല. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത്തരം സിനിമകൾ എൻ്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, അതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രമ്യ മൂവീസ് അമ്പിളി ഷമ്മുവണ്ണനും കൂടെ ചേർത്ത് ഒരു പടം ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. അവരും ഒരു ലവ് സ്റ്റോറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത്തരം സിനിമ എൻ്റെ കയ്യിലില്ല, അത് ചെയ്യില്ല. ഞാൻ വേറൊരു സിനിമ ചെയ്യാം, ഒരു ലവ് സ്റ്റോറി ചെയ്യാം. ലാളനം എന്ന് പറഞ്ഞ പേരിട്ടിട്ട് ഞാൻ ഒരു അനാഥാലയത്തിൽ വളരുന്ന ഒരു ഊമയും ഒരു കണ്ണു കാണാത്ത തമ്മിലുള്ള ഒരു പ്രണയത്തെക്കുറിച്ചുള്ള ഒരു സാധനം. അതൊരു ഫസ്റ്റ് ഹാഫ് വരെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി. അതിനെയാണ് അഡ്വാൻസ് വാങ്ങി അതിന് വേണ്ടി കമ്പോസ് ചെയ്തു, ജോൺസനെ വെച്ചിട്ട് കമ്പോസ് ചെയ്തൊക്കെ ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫ് എനിക്ക് അങ്ങോട്ട് എഴുത്ത് നടക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല കഥ. അപ്പോൾ ഞാൻ ഷമണ്ണനെ വിളിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഈ പടം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കഥയില്ല, മുന്നോട്ട് പോകുന്നില്ല, ഞാൻ അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, വേറെ കഥ ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രൊഡ്യൂസറെ വിളിച്ച് വരുത്തേക്കനെയാണ്. അങ്ങനെയാണ് കൗതുക വാർത്തകൾ എന്ന കഥ ഉണ്ടാവുന്നതും വി ആർ ഗോപാലകൃഷ്ണനെ വിളിച്ച് എഴുതുന്നതും പിന്നെ അതിൻ്റെ ഒരു ചർച്ചയിലേക്ക് പോകുന്നു. അവിടെ മുതലാണ് താങ്കളുടെ സ്ഥിരം അതെ മുകേഷ് എന്ന് പറയുന്നത്. അതെ, ഞാൻ അവിടുന്ന് അപ്പോൾ അതിന് മുമ്പ് ഒരു സിനിമ മുകേഷുമായിട്ട് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ നടത്തി. പക്ഷേ ആ സിനിമ ഫുള്ളായില്ലായിരുന്നു. ഒരു പനോരമ സെലക്ഷന് വേണ്ടി ഒരു അവാർഡിൻ്റെ ടൈപ്പിൻ്റെ ഒരു വിൻഡിൻ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ അദ്ദേഹം കൊണ്ടുവന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. സുനിതയും വിജയ് മേനോൻ ഒക്കെ വെച്ചിട്ടൊരു സിനിമ തൃശ്ശൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു സിനിമയായിരുന്നു. പക്ഷേ ഒരു ആർട്ട് പോലത്തെ ഒരു സിനിമയായിരുന്നു അത്. പക്ഷേ പൂർത്തിയാക്കി കഴിഞ്ഞില്ല അതുകൊണ്ട് ആ ഒരു പടം മാത്രമാണ് എനിക്ക് പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു പടം.
അങ്ങനെ അത് കൗതുക വാർത്തയുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ആരെ വെച്ച് ചെയ്യുക. അപ്പോൾ ജയറാം മുകേഷ് ടീം വെച്ചിട്ടാണ് ആലോചിച്ചത്. അങ്ങനെ പോയി. അപ്പോൾ ആറ്റിങ്ങിൽ മാലയോഗം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം സിബി മുലയൻ അവിടെ ജയറാമുണ്ട്, മുകേഷുണ്ട്. അപ്പോൾ ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പ്രൊഡ്യൂസറും ഞാനും ഷമ്മുണ്ണുമായിട്ട് ചെല്ലുന്നു. അപ്പോൾ ജയറാമിനെ കണ്ട് അവിടെ വെച്ചിട്ടാണ് ജയറാമിനായിട്ട് ഫസ്റ്റ് പരിചയപ്പെടുന്നത്. പക്ഷേ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു കൂടുതൽ പരിചയപ്പെടുന്നത് സിനിമ ആയത്. അപ്പോൾ ജയറാം അതാ ചെയ്യാമെന്നൊക്കെ വളരെ സന്തോഷം. അന്നൊന്നും ഈ കഥ പറഞ്ഞൊന്നും ഉള്ള പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഒരു ക്യാരക്ടർ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് മുകേഷിനെയും കണ്ട് മുകേഷിനോടും പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ഞാൻ പുറത്തിറങ്ങുന്നു. പുറത്ത് കാറിലിരിക്കുമ്പോൾ ഷമ്മണ്ണൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഷമ്മണ്ണൻ്റെ ഒന്ന് പറഞ്ഞ്, മോനെ ജയറാമിൻ്റെ കാര്യം അന്ന് നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. നമുക്ക് മുകേഷ് ഓക്കെ, ജയറാമിൻ്റെ കാര്യം നടക്കില്ല. ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല, ജയറാമിന് താല്പര്യമില്ല, തുളസിക്ക് പടം ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ലേനം കഴിഞ്ഞിട്ടൊക്കെ വന്ന ഒരു ഇതാണ്. ലേനം അപ്പം സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അതുകൊണ്ട് താല്പര്യമില്ല. അപ്പോൾ അതിന് സാരമില്ല, അതെന്താ അവരുടെ മനസ്സങ്ങനെയാണ്, അത് സാരമില്ല, നമുക്ക് പോകാമെന്ന് പറയുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഷമ്മണ്ണൻ ചോദിച്ച്, അപ്പോൾ പിന്നെ ആ ക്യാരക്ടർ ആരോ വെച്ച് ചെയ്യും മോനെ? ഞാൻ പറഞ്ഞു നേരെ നമുക്ക് സുരേഷ് ഗോപിയുടെ വീട്ടിലൂടെ പോയാലോ? ശരി പോകാമെന്ന് പറയുന്നു. അപ്പോൾ സുരേഷ് ഗോപി താമസിക്കുന്ന ശിവൻ കോവിൽ അല്ല, ഇവിടെ ശിവൻ എൻ്റെ ടെമ്പിൾ പൈപ്പ് മോഡ് അതിനടുത്തൊരു ഇത് വാടകയ്ക്ക് താമസിക്കും. ഞാനിപ്പോൾ താമസിക്കുന്ന ആ ഭാഗത്താണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു, അദ്ദേഹത്തിനെ കണ്ടു, സമ്മതിക്കുന്നു, അദ്ദേഹത്തിന് ഇത്. അങ്ങനെയാണ് പിന്നെ മണിയമ്പിള്ള രാജു, സിദ്ദിഖ് ഗ്രൂപ്പ് ഒക്കെ വെച്ച് ഉർവശി, അവർ നായികയായിട്ട് ഉർവശി വേണം. ഉർവശിയെ പോയി കണ്ട് ഉർവശി രഞ്ജിനിയായിട്ട് ആ സിനിമ ചെയ്യുന്നു. അത് സൂപ്പർ ഹിറ്റായി. ഒരു ഫാമിലി ഓഡിയൻസിൻ്റെ എന്ന ഒരു സിനിമ സംവിധായകൻ എന്നുള്ള ഒരു പേര് വരുന്നു. അത് തുടർന്ന് അങ്ങോട്ട് ഇഷ്ടംപോലെ സിനിമകൾ. ആദ്യത്തെ സിനിമയുടെ ഒന്നിന് പിറകെ മറ്റൊന്നു പറയുന്നു, ഒന്നിന് പിറകെ മറ്റൊന്ന്. അല്ല, അവിടെ മുകേഷിനെ വെച്ച് അവിടെ ജയറാം സമ്മതിച്ചില്ലെങ്കിലും ജയറാമിനെ വെച്ച് പിന്നെ ഏറ്റവും സിനിമകളില്ലേ ചാഞ്ചാട്ടമാണ് ആദ്യത്തെ പടം. ചാഞ്ചാട്ടം, ഏഴര പൊന്നാന, അങ്ങനെ പിന്നെ തുടർന്ന് അല്ല അദ്ദേഹത്തിന് അപ്പോൾ ആ ചമ്മലുണ്ട്. ചാഞ്ചാട്ടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിനെ പോയി കണ്ടത്? അപ്പോൾ ചാഞ്ചാട്ടം അപ്പോൾ കൗതുക സൂപ്പർ ഹിറ്റായില്ലേ? അപ്പോൾ പിന്നെ ആ ഒരു മൂടങ്ങ് മാറിയല്ലോ. നമ്മളന്ന് വേണ്ടാന്ന് പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കൊന്നുമില്ല. ജയറാമിനോട് ഇങ്ങനെ ചാഞ്ചാട്ടം ചെയ്യുന്നു, സാമിയേട്ടനാണ്. അത്തരം ഒരു അയാൾ പറഞ്ഞത് അങ്ങനെ ഒരു ദേഷ്യവും അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് സിനിമയിൽ അങ്ങനെ ഒരു ദേഷ്യം വയ്ക്കേണ്ട കാര്യമില്ല. അന്നത്തെ സാഹചര്യം ശരിയാണ്. ഈ എന്നെ വേണ്ട എന്ന് പറഞ്ഞ അതായത് തുളസിദാസിനെ വെച്ച് സിനിമ ചെയ്യേണ്ടെന്നൊരു പ്രൊഡ്യൂസറോട് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളിന് വേണ്ടി ഞാൻ സിനിമ ചെയ്തു. സൂപ്പർ ഹിറ്റായി. ചേട്ടൻ മനഃപൂർവ്വം അത് പറയാതെ ഒരു നേരത്തെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ പേര് പറഞ്ഞു. രണ്ടുപേരെ എനിക്ക് ഗസ് ചെയ്യാം. അക്കാലത്ത് വളരെ തിരക്കുള്ള ഒരാൾ ഒന്ന് ഷൺമുഖൻ ചേട്ടനായിരുന്നു, പിന്നെ ഒരാൾ എനിക്ക് ഉദ്ദേശിക്കാവുന്നത് കലീർ ശശി. ആ കലീർ ശശി ആ പ്രൊഡക്ഷൻ കൺട്രോൾ കലീർ ശശി ആയിരുന്നോ? അത് സുരേഷിൻ്റെ തിങ്കിങ് കറക്റ്റാണ്. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ശശിയേട്ടനായിട്ട് വലിയ അടുപ്പമാണ്. അത് സത്യത്തിൽ ശശിയേട്ടൻ തന്നെയാണ്. പക്ഷെ അന്ന് ശശിയേട്ടൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റല്ല. കാരണം ഒരു പുതിയ ഒരു പയ്യൻ, മിഷ പോലും കുരുക്കാത്തൊരു പയ്യനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുക പറഞ്ഞാൽ അത് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. പ്രൊഡ്യൂസർ പൈസ പോകണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ചിന്തിച്ചു. ഒരു പക്ഷേ ഞാൻ അന്ന് ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അതോടുകൂടി എൻ്റെ സിനിമ ജീവിതം തീർന്നാലും മതി. അല്ല, ഏഴര പൊന്നാന അതാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ കിട്ടുന്നുണ്ട്. അന്ന് ഭരതേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം എനിക്കൊന്ന് രഘുനാഥ് പലേരിയായിരുന്നു സ്ക്രിപ്റ്റ്. ആ ഒരു കഥ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനത് മനോഹരമാക്കുമായിരുന്നു എന്നൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് ചേട്ടൻ ആഗ്രഹിച്ച രീതിയിൽ അത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് തോന്നുന്നു. ആഗ്രഹിച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ പിന്നെ അതൊരു സത്യത്തിൽ ഒരു അങ്ങനെ ഒരു കൊമേഴ്സ്യൽ ആയിട്ട് കൊണ്ടുവരേണ്ട സിനിമയല്ല. അപ്പോൾ നമ്മൾ കൊമേഴ്സ്യലാക്കിയപ്പോൾ കുറച്ച് മാറ്റങ്ങൾ അതിലുണ്ടായെന്നുള്ളതാണ്. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇത് ബാക്കി ജയറാം സായികുമാറായിരുന്നു ചെയ്തത്. ഒരു മനോഹരമായ സിനിമയായിരുന്നു, നല്ലൊരു ഫാമിലി സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഭരതേട്ടനായിരുന്നെങ്കിൽ ആ വേറെ സ്റ്റൈലിൽ പുള്ളി അതാണ് കാരണം അത് ശരിയാണ്. കാരണം ഒരു മകൻ നഷ്ടപ്പെട്ടിട്ട് അച്ഛൻ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു മകൻ
വന്ന് കയറുവന്ന അങ്ങനെ ഒരു കഥയാണല്ലോ എൻ്റെ ഒരു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ജയറാമായിട്ട് ഒരുപാട് പടങ്ങൾ പിന്നെ നമ്മൾ ചെയ്തു. പിന്നെ അവന് മുന്നിട്ട് അത് സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തു. പിന്നെ ലാസ്റ്റിൽ അയാൾ ചെയ്ത് നിർത്തിയ സിനിമ എന്ന് പറഞ്ഞാൽ സൂര്യപുത്രനായിരുന്നു. അപ്പോൾ ഈ കൗതുക വാർത്ത കഴിഞ്ഞ് സൂപ്പർ ഹിറ്റ് ആയ ശേഷം അതേ പ്രൊഡ്യൂസർ വീണ്ടും ഒരു സിനിമ ചെയ്യാൻ അഡ്വാൻസ് ഒക്കെ തന്നു, പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഒരു കഥ ഉണ്ടോ എൻ്റെ കഥയില്ല, കഥ നമുക്ക് ആരെ വെച്ച് കഥ എടുക്കുന്നു. അപ്പോൾ രഞ്ജി പണിക്കർ ഷാജി കൈലാസിൻ്റെ ഒരു പടം ചെയ്ത് ഡോക്ടർ പശുപതി സിനിമ ചെയ്ത് അത് രഞ്ജി പണിക്കറാണല്ലോ എഴുതിയത്. ഞാൻ പറഞ്ഞ രഞ്ജി പണിക്കറെ വെച്ചിട്ട് സ്ക്രിപ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഞാനും രഞ്ജി പണിക്കറുമായിട്ട് മലമ്പുഴ ഗസ്റ്റ് ഹൗസിൽ ഡിസ്കഷൻ ഇരിക്കുന്നു. അപ്പോൾ രമ്യ ഊസ് അമ്പിളി തന്നെയാണല്ലോ, അമ്പിളിയും വേറെ അവരുടെ 3 പാർട്ട്ണർ കൂടെ ഉണ്ട്. എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരും, വന്നിട്ട് വായിക്കാറായോ എന്ന് ചോദിക്കും. അപ്പോൾ രഞ്ജി പറയുന്നതെന്നറിയാം, നമുക്ക് സ്ക്രിപ്റ്റാവും, കുഴപ്പമില്ല സ്ക്രിപ്റ്റാവും എന്ന് പറയും. രഞ്ജിയുടെ മനസ്സിൽ സിനിമ അത് ഒരു കഥയുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചേരം ഇരിക്കും, രഞ്ജി എന്തെങ്കിലും നോട്ട് ചെയ്യും, അങ്ങനെ ഒരു ഫുൾ ഡേ ഡിസ്കഷനുള്ള സംഭവങ്ങളില്ല, ആയിട്ടില്ല. അപ്പോൾ ഒരാൾ നിർബന്ധിച്ചങ്ങനെ എഴുതിക്കാൻ പറ്റുമോ? അപ്പോൾ രഞ്ജി എഴുതുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, രഞ്ജിക്കും സിനിമ എഴുതാമെന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ ഇവർ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞാൽ ആയിട്ടില്ല, അല്ല നമുക്ക് ഉടനെ പൂജ വയ്ക്കണം, റെക്കോർഡിങ് എന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങളുടെ ഇത് ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ ഉണ്ടാക്കി ജോൺസനെ വരുത്തി അവിടെ എഴുതി ഒന്ന് കമ്പോസ് ചെയ്തു, ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ ഉണ്ടാക്കി. അപ്പോൾ ഒരു രാഷ്ട്രീയ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ആക്ച്വലി പുള്ളിയുടെ ഒരു ഇത്. അത് നന്നാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസം വന്നു അതിൻ്റെ ഒരു ത്രെഡ് പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ പൂജയുടെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, നമുക്ക് മദ്രാസിൽ മീറ്റ് ചെയ്യാൻ ജോൺസൺ പോകുന്നു. അപ്പോൾ വീണ്ടും വ്യത്യാസം, അല്ല നാളെ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കണം എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. പെട്ടെന്നൊരു പ്രൊഡ്യൂസറുടെ ഒരു മനംമാറ്റം, സ്ക്രിപ്റ്റ് വായിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് പിന്നെ സ്ക്രിപ്റ്റ് ആവുമെന്ന് പിന്നീടല്ലേ ആവുള്ളൂ, നമുക്കിപ്പോൾ ഈ പൂജ നടക്കട്ടെ, ഇല്ലല്ല അത് ശരിയാവില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു, അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ശരിയാവില്ല, നമുക്ക് എന്നെ വിളിച്ച് പറയുന്നു നമുക്ക് റൈറ്ററെ മാറ്റാം, വേറെ റൈറ്ററെ വെച്ചിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തീരുമാനം പ്രൊഡ്യൂസറാണല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, പുള്ളിക്ക് ഇതുവരെ ഒരു പൈസ നിങ്ങൾ കൊടുത്തിട്ടില്ല, അഡ്വാൻസ് കുറച്ച് പൈസ കൊടുക്കുക എന്ന് പറയും. അല്ല അത് ജോലിയൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും ദിവസം ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു, പുള്ളിക്ക് പൈസ കൊടുക്കാതെ പറ്റില്ല എന്ന് പറയും. അങ്ങനെ അവിടെ വെച്ച് ആ പ്രോജക്റ്റ് അവസാനിക്കുന്നു. പാലക്കാട് സ്റ്റേഷനിൽ വന്നിട്ട് രഞ്ജിക്ക് നിർബന്ധിച്ച് ഞാൻ 5000 രൂപ കൊടുപ്പിക്കുന്നു. രഞ്ജി ആലപ്പുഴയ്ക്ക് രഞ്ജി പോയി, ഞാൻ മദ്രാസിലേക്ക് പോയി. പിന്നീട് അറിയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പാരലായിട്ട് ട്രിവാൻഡ്രത്ത് ഉർവശിയും ഈ പ്രൊഡ്യൂസറും സുരേഷ് ഗോപിയായിട്ട് ഉള്ള ചേർന്നിട്ട് ഒരു പ്രോജക്റ്റ് അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉർവശിയുടെ കഥ, ഉത്സവമേള. അപ്പോൾ പ്രൊഡ്യൂസറോട് ഞാൻ ചോദിച്ചാൽ അത് നേരത്തെ നിങ്ങളോട് പറയാമായിരുന്നില്ലേ? അല്ല അത് സുരേഷ് ഗോപി ഞങ്ങളോട് പറഞ്ഞ് രഞ്ജിയൊന്നും അത് എഴുതിയാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞത്. ഒരു പക്ഷേ പറഞ്ഞിരിക്കാം, കാരണം അന്ന് രഞ്ജി ആയിട്ടൊന്നും ഒരു വന്നിട്ടില്ല. അതിനുശേഷം പിന്നെ രഞ്ജി ഉണ്ടെങ്കിലേ സുരേഷ് ഗോപി പണം ചെയ്യുമല്ലോ എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അതാണ് ഓരോ നിമിത്തങ്ങൾ വരുന്നത്, സിനിമയിലുണ്ടാകുന്ന ഒരു മാറ്റങ്ങളാണത്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ഇരിപ്പ് ഇരുന്നിട്ട് പിരിഞ്ഞ ഒരു സിനിമ, അത് പിന്നെ ആ കഥയാണ് പിന്നെ ഷാജി കൈലാസിന് വേണ്ടി പുള്ളി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്.